السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. قال الله عز وجل: أحل أمته في حرز ملته كالليث حل مع الأشبال في أجمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനാദരകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ മുതഅല്ലിം സുഹൃത്തുക്കളെ, ലോകമെമ്പാടും പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടുകയും പറയുകയും രചിക്കുകയും ചെയ്യപ്പെടുന്നൊരു വേളയിലാണ് ഞാനും നിങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, അവിടുന്ന് മാരോഗരിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അനുഭവിച്ചതായ കരുണാർദ്ദകമായ ഹസ്തങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഈ വേദിയിൽ വിനീതനായ ഞാൻ നിങ്ങളിലേക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരിലേക്കും കരുണയായിട്ടാണ് അയക്കപ്പെട്ടിട്ടുള്ളത്. ഈ കാര്യത്തെയാണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല മാലോകരായ മനുഷ്യരെ പഠിപ്പിക്കുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ അയച്ചിട്ടില്ല എന്നാണ്. അനുഗ്രഹങ്ങളുടെ ഇടയിൽ കരുണയെ നമുക്ക് എണ്ണാൻ കഴിയും. മറ്റൊരു മനുഷ്യനെ അവനിൽ നിന്ന് വരുന്ന വീഴ്ചകളെ തൻ്റെ ഇച്ഛയിൽ ചേർത്തു പിടിച്ചുകൊണ്ട് ആ ഇച്ഛക്ക് ആ മനുഷ്യന് ഒരു അഫ്വ് നൽകപ്പെടുന്ന വിശേഷണത്തിനാണ് കരുണ എന്ന് നൽകപ്പെടുന്നത്, കരുണ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിന്റെ തെരുവീതിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേർക്ക് അവിടുത്തെ മേലേക്ക് അവിടുത്തെ കുട്ടികളെ കൊണ്ട്, അവിടുത്തെ അബലാവൃദ്ധം ജനങ്ങളെ കൊണ്ട് മുത്ത് റസൂലുള്ളാന്റെ നേരെ കല്ലുകൾ എറിയുകയാണ്. അവിടുന്ന് റസൂലുള്ളാന്റെ മേൽ അപവാദ വാക്കുകളെ കൊണ്ട് റസൂലുള്ളാനെ മോശമാക്കുകയാണ്. അള്ളാന്റെ റസൂൽ അവിടുത്തെ ദേഹത്തേക്ക് പതിച്ച കല്ലുകളുടെ കാരണത്താൽ റസൂലുള്ളാന്റെ ശരീരത്തിൽ നിന്ന് നിണം ചിന്തുകയാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വേഗതയിൽ നടന്നു നീങ്ങുന്നു. നടന്നൊരു മരത്തിന്റെ ചുവട്ടിൽ മുത്ത് റസൂൽ വിശ്രമിക്കുകയാണ്. ആ സമയത്ത് മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വാനലോകത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വളരെ അമർഷാഭരിതനായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് യാചിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയെ ബുദ്ധിമുട്ടിച്ച, അങ്ങയെ പീഡിപ്പിച്ച ആ മനുഷ്യരുണ്ടല്ലോ, അവരെ ആ കാണുന്ന മലകളുടെ പല്ലക്കിലിട്ട് ഞാൻ ഞെരിച്ചു കളയട്ടെയോ? അങ്ങനെക്കൊന്നു സമ്മതം തരണേ എന്ന് അള്ളാന്റെ റസൂലിനോട് മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് ചോദിക്കുന്ന അവസരത്തിൽ ലോകത്തിന്റെ നേതാവായ ഐനുർ റഹ്മത്തായ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് പറയുന്ന മറുപടി എന്തെന്നറിയണേ എൻ്റെ കൂട്ടുകാരെ.
മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് അവിടുന്ന് ജിബ്രീലോട് പറഞ്ഞത്, വേണ്ട വേണ്ട, അവരെ നീ ആക്രമിക്കണ്ട, അവരെ നീ നശിപ്പിച്ച് കളയണ്ട എന്നായിരുന്നു. അവിടുന്ന് ആ മനുഷ്യരുടെ മേൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരുണാർദ്ദകമായ ഹസ്തങ്ങളെ നീട്ടിക്കൊടുക്കുകയാണ്. പിന്നീട് കാലങ്ങൾ സഞ്ചരിച്ചു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിധേയപ്പെട്ട് പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ നിന്ന് തൻ്റെ വീടും കുടുംബവും നാടും മറ്റു ബന്ധുമിത്രാദികളെ ഉപേക്ഷിച്ച് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്യുകയാ. അള്ളാന്റെ റസൂല് മദീനയിൽ വന്നു. ആ സമയത്താണ് അവിടെ നിന്ന് റസൂലുള്ള അറിയുന്നത് മക്കയിൽ വലിയ ക്ഷാമമാണെന്നറിയുന്നു. ഭക്ഷ്യസാധനങ്ങൾ കിട്ടാനില്ല. മനുഷ്യരെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ്. അവരെല്ലാം വളരെ പശിയടക്കാൻ വസ്തുക്കളില്ലാതെ വലിയ ദാരിദ്ര്യത്തിലാണെന്ന് അള്ളാന്റെ റസൂൽ അറിയുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുത്തൊന്നും ചിന്തിച്ചില്ല. അവിടുന്ന് അള്ളാന്റെ റസൂൽ അൻസാറുകളെയും മുഹാജിറുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടുന്ന് അവരോട് പറഞ്ഞു, നിങ്ങളുടെ പക്കലുള്ള ധാന്യങ്ങളിൽ നിന്ന് കുറച്ചൊരൽപ്പം എനിക്ക് തരണേ. മഹാനരായ അൻസാറുകളെല്ലാം അവരുടെ ധാന്യങ്ങളിൽ നിന്ന് ഒരൽപ്പം റസൂലുള്ളാന്റെ സമക്ഷത്തിൽ കൊണ്ടെത്തിക്കുന്നു. ആ എത്തിച്ച ധാന്യങ്ങളെല്ലാം റസൂലുള്ള ഒരു സംഘത്തെ ഏർപ്പാട് ചെയ്ത് മദീനയിലേക്ക് മക്കയിലേക്ക് അയക്കുകയാണ്. അവിടെ റസൂല് ചിന്തിച്ചില്ല, എന്നെ ബുദ്ധിമുട്ടിച്ച എന്നെ വേദനിപ്പിച്ച ജനതയാണെന്ന് റസൂല് ചിന്തിച്ചില്ല. ഇത്രമാത്രം കരുണയോടെ മനുഷ്യകുലത്തോട് മുത്ത റസൂലുള്ള പെരുമാറിയത് എത്ര സുതാര്യമായിട്ടാണ്. അവിടുന്ന് ഒട്ടകങ്ങളോട്, അതേ മനുഷ്യേതര ജീവികളോട് റസൂലുള്ള കാണിച്ച സ്നേഹവും പരിഗണനയും കരുണാർദ്ദതയും എത്ര വിശാലമാണ്. റസൂലുള്ള എൻ്റെ അരികിൽ വന്ന് സങ്കടം പറഞ്ഞ സ്വഹാബത്ത് അവിടുത്തെ ഒട്ടകത്തിന് അതാ നിലതെറ്റിയപ്പോൾ റസൂലുള്ള വന്ന് വേദപ്പെടുത്തി കൊടുത്തില്ലേ. ഇതെല്ലാം കരുണാർദ്ദകമായ റസൂലുള്ളാന്റെ അവിടുത്തെ ഹസ്തങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാനെ മഹബത്ത് വെച്ച് അവിടുത്തെ ജീവിതത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ, ഉദവി നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.